കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചിത്രങ്ങൾ എപ്രകാരം പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നു എന്നുള്ള പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡ് തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന് ഓർപ്പിക്കുവാൻ ഇന്നത്തെ സ്റ്റഡിയിൽ ആഗ്രഹിക്കുകയാണ്. അവിടെ 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികൾ ഞാൻ ഒന്നാമൻ. അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക, ക്രിസ്തു എങ്ങനെയുള്ളവനാണ്? പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്ന രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു. ആ പാപികൾ പൗലോസ് ഒന്നാമനാണെന്നും പൗലോസ് അവിടെ സമർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ കർത്താവായ യേശു ക്രിസ്തു ആരാണെന്ന് വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ലോകത്തിന്റെ പാപത്തെ ചുമന്ന് പാപികളെ രക്ഷിപ്പാനായി ലോകത്തിലേക്ക് വന്നവനാണ്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഈ വചനം എല്ലാവർക്കും സ്വീകാര്യമാണ്. ഈ തിമോത്തിയോസ് ലേഖനത്തെ ഒരു വിശ്വാസ ഭവനമായി നമ്മൾ ചിത്രീകരിക്കുകയാണെങ്കിൽ ആ വിശ്വാസ ഭവനത്തിന് 6 മുറികൾ ഉള്ളതായി നമ്മൾ വായിക്കുന്നു. അതിൽ ആദ്യത്തെ മുറിയാണ്. ആ മുറിയിൽ നമ്മൾ വായിക്കുന്ന ഇതാണ് ഈ പ്രവേശന കവാടമാണ്. ആ പ്രവേശന കവാടത്തിലാണ് യേശു ക്രിസ്തു നിൽക്കുന്നത്. യേശു ക്രിസ്തു പറയുകയാണ്, പാപികളെ രക്ഷിപ്പാൻ താൻ ലോകത്തിൽ വന്നിരിക്കുന്നു. അത് എല്ലാവർക്കും വിശ്വസിപ്പാൻ യോഗ്യമായ വചനം തന്നെയാണ്. യാഥാസ്ഥിക മതാധിഷ്ഠിതമായിരുന്ന എബ്രായ മതത്തിന്റെ തലമൂത്ത കാരണവരായിരുന്ന ശൗലും ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്നതിന് സന്തോഷം അയവിറക്കിക്കൊണ്ടാണ് പൗലോസ് ഈ വചനം ഇവിടെ ഇടുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിമോത്തിയോസിന്റെ 1-ാം ലേഖനത്തിൽ പാപിയെ രക്ഷിക്കുന്ന രക്ഷകൻ എന്ന ക്രിസ്തുവിനെ പരസ്യമായി സാക്ഷിക്കുന്നു.